വലിയൊരു തട്ടിപ്പ് വാർത്ത കേട്ടാണ് ഇന്ന് ബഹ്റൈൻ ഉണർന്നത്. ഇരയായത് ബഹ്റൈനിലെത്തിയ മലയാളി ഖത്തർ പ്രവാസികളും. ഒരു കമ്പനി പ്രൊമോഷൻ എന്ന വ്യാജേന തട്ടിപ്പുകാർ മലയാളി ഫോട്ടോഗ്രാഫർമാരെ ബഹ്റൈനിലെത്തിക്കുകയായിരുന്നു. ഏകദേശം ഇവരുടെ 40 ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. സാമൂഹിക മാധ്യമം വഴി പരസ്യം നൽകിയാണ് തട്ടിപ്പുകാർ ഇരകളെ കണ്ടെത്തിയത്. വാട്സപ്പ് വഴിയായിരുന്നു സംസാരം മുഴുവൻ. ബഹ്റൈനിലുള്ള ഒരു കമ്പനി പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഇൻ്റർവ്യൂ അടക്കം കവർ ചെയ്യണമെന്നായിരുന്നു നൽകിയ നിർദ്ദേശം. കൂടാതെ വലിയ സംഖ്യ പാരിതോഷികമായി നൽകാമെന്നും വാഗ്ദാനം നൽകി. വിമാന ടിക്കറ്റുകളും 2 ദിവസത്തെ സ്റ്റാർ ഹോട്ടൽ താമസവും നൽകാമെന്നും അറിയിച്ചിരുന്നു. അവിശ്വസനീയമായ ഒരു കാര്യവും തട്ടിപ്പുകാരിൽ നിന്നുണ്ടായില്ല എന്നാണ് ഇരകൾ പറയുന്നത്. ഇതുപ്രകാരം ബഹ്റൈനിലെത്തിയതാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിയും മറ്റ് 2 പേരും. ഖത്തറിൽ നിന്ന് പുറപ്പെടുമ്പോൾ 3 പേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. എയർപോർട്ടിൽ വാഹനമൊരുക്കി മികച്ച സ്വീകരണത്തോടെയാണ് മൂവരെയും ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചത്. വ്യത്യസ്ത ഹോട്ടലുകളിലായിരുന്നു അവരെ താമസിപ്പിച്ചിരുന്നതും. റൂമിലെത്തിയ ഉടനെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് 3 പേർക്കും പ്രതിയെന്ന് കരുതുന്ന വ്യക്തി മറ്റൊരു ഹോട്ടലിലേക്ക് വരാൻ ലൊക്കേഷൻ കൈമാറി. അതും വ്യത്യസ്ത 3 ഹോട്ടലുകളായിരുന്നു. ക്യാമറയും മറ്റു ഉപകരണങ്ങളും എടുക്കേണ്ട പരിപാടിയെക്കുറിച്ച് വിവരം നൽകാനാണെന്ന വ്യാജേനയാണ് വിളിപ്പിച്ചത്. ഈ സമയത്തെയാണ് പ്രതി മോഷണത്തിനായി ഉപയോഗിച്ചത്. തങ്ങളുമായി സംസാരിച്ച വ്യക്തിയുടെ പേരിലാണ് റൂം എടുത്തിരുന്നതെന്നും റൂമിൻ്റെ ഒറിജിനൽ താക്കോലും സ്പെയർ താക്കോലും അദ്ദേഹത്തെയായിരുന്നു ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് ഏൽപ്പിച്ചതെന്നുമാണ് ഇരയായവർ പറയുന്നത്. തട്ടിപ്പ് നടത്തിയ വ്യക്തി കൈമാറിയത് ഒറിജിനൽ താക്കോൽ മാത്രമാണ്. സ്പെയർ അദ്ദേഹം കൈവശം വെച്ചു. ഇരകളെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് മാറ്റി നിർത്താനായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം. ആ സമയത്താണ് വിലപിടിപ്പുള്ള ഇവരുടെ വസ്തുക്കൾ അപഹരിക്കപ്പെടുന്നത്. 3 പേരുടേതുമായി 5 ക്യാമറകൾ, 11 ലെൻസുകൾ, ഐപാഡ്, 2 ഫോണുകൾ, മാക്ബുക്ക് പ്രോ, കുറച്ച് ഖത്തർ റിയാൽ എന്നിവയടക്കം 40 ലക്ഷം ഇന്ത്യൻ രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത്. റൂം എടുക്കാനായി നൽകിയ പ്രതിയുടേതെന്ന് കരുതുന്ന പാസ്പോർട്ട് കോപ്പി ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പാസ്പോർട്ടിൽ പറയപ്പെടുന്ന വ്യക്തി അന്ന് ഉച്ചയ്ക്ക് തന്നെ ബഹ്റൈൻ വിട്ടതായാണ് പോലീസ് അറിയിച്ചത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.